ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി കുറച്ച് ബോഗൺ വില്ലാസമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സെയിലിന് വന്നിരിക്കുന്നതിൽ നമ്മുടെ നന്നായിട്ട് പൂത്തുലഞ്ഞ് നിൽക്കുന്ന കുറച്ച് ബോഗൺ വില്ലാസമാണ് കേട്ടോ. അപ്പോൾ എല്ലാറ്റിലും ഓരോ വെറൈറ്റീസായിട്ട് നമ്മുടെ കയ്യിലും സ്റ്റോക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിറഞ്ഞ് പൂത്ത് നിന്നപ്പോൾ ഇതൊന്ന് നമുക്ക് ഹാങ്ങിങ്ങിലേക്ക് മാറ്റിയാലോ എന്നൊരു ചിന്ത വന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പടർന്ന് കിടക്കുന്ന ചെടികളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതൊന്ന് ഹാങ്ങിങ് പോട്ടിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ഹാങ് ചെയ്തിടാൻ നോക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ബോഗൺവില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ചെടികൾ മേടിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, നല്ല വലിയ ചെടികളാണ്. 7 ഇഞ്ച് 8 ഇഞ്ച് സൈസിൽ വരുന്ന ചട്ടിയിൽ വളർന്നു നിൽക്കുന്ന ചെടികളാണ് അല്ലേ. അത്തരം ബോഗൺവില്ലാസിന് നമ്മൾ ഹാങ് ചെയ്തിടുമ്പോൾ നല്ല വെയിറ്റ് വരില്ലേ, നമ്മുടെ ചട്ടി ഒരുപാട് വലിയ ചട്ടി വേണ്ടേ എന്നൊക്കെ ചിന്തിക്കും അല്ലേ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സാധാരണ ഒരു ഹാങ്ങിങ് ചട്ടി തന്നെയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലെ സെയിലിനുള്ള നല്ല റിസൾട്ട് തരുന്ന ഒരു പോട്ടി മിക്സ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ആ പോട്ടി മിക്സും നമ്മുടെ കയ്യിലുള്ള കുറച്ച് ചകിരിച്ചോറും കൂടി ഇട്ടിട്ടാണ് നമ്മുടെ ബോഗൺവില്ല നമ്മൾ റീപോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തെ അത്യാവശ്യം നല്ല രീതിയിൽ മേൽഭാഗത്തെ എല്ലാം മണ്ണ് കളഞ്ഞിട്ട് ഈ ഒരു പോട്ടി മിക്സിലാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു പോട്ടി മിക്സിൽ വെക്കുമ്പോൾ ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല കേട്ടോ. വളരെ വെയിറ്റ് കുറവെന്ന് പറയുമ്പോൾ വളരെ വെയിറ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു പോട്ടി മിക്സാണ്. ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. നല്ല റിസൾട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പോട്ടി മിക്സിൽ കിട്ടുന്നത്. ഒരുപാട് പല ചെടികളുടെയും കുഞ്ഞു കുഞ്ഞു കമ്പുകൾ കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിക്കാം. അതുപോലെ ജെറേനിയം ഒക്കെ വളരെ പെട്ടെന്ന് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മണ്ണൊന്നും വേണ്ട കേട്ടോ. ഇതിനകത്ത് നമുക്ക് യാതൊരു മണ്ണോ മറ്റ് കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഒരു 2 മാസമൊക്കെ കഴിഞ്ഞാൽ കുറേശ്ശെ നമ്മൾ വളം ഇട്ട് കൊടുക്കണം. നമ്മുടെ ചെടികൾക്ക് വളരെ നല്ല രീതിയിൽ വേരോട്ടം ലഭിക്കും എന്നതും നമ്മുടെ ഈ ഒരു പോട്ടി മിക്സിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന മണ്ണൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഉപയോഗപ്രദമാകുന്ന നല്ലൊരു പോട്ടി മിക്സ് തന്നെയാണ്. അപ്പോൾ ഞാനിത് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ ഇത് സെയിലിനായിട്ട് തയ്യാറാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണ് കിട്ടാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതുപോലത്തെ പോട്ടി മിക്സ് ഒന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചതാണ്. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ടെറസിൻ്റെ മീതൊക്കെ ചെടികളൊക്കെ വെക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടി പോകാതിരിക്കാനൊക്കെ ആയിട്ട് ഈ പോട്ടി മിക്സ് വളരെ ഉപയോഗപ്രദമാണ്. പിന്നെ 1 കിലോ 2 കിലോ 5 കിലോ 10 കിലോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിത് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ എസ്പീസിങ് ചെറിയാണ് കേട്ടോ. അപ്പോൾ പോട്ടി മിക്സിൻ്റെ മുന്നേ ഇത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടപ്പോൾ അതൊന്ന് കുറച്ച് മണ്ണ് മാത്രം വെച്ചിട്ട് ഒന്ന് ഹാങ്ങിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഹാങ്ങിങ്ങിലേക്ക് മാറ്റിയിരിക്കുന്നത് എസ്പീസിങ് ചെറി ഉണ്ട്, അതുപോലെ നമ്മൾ ഹവായി ഇട്ടിട്ടുണ്ട്. ഹവായി നേരത്തെ ഇട്ടതാണ്, പക്ഷേ അതിനകത്ത് ഫ്ലവർ വന്നിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഓപ്പാൽ ഓറഞ്ച്, ഫയർ ഓപ്പാൽ ഓറഞ്ച്, പിന്നെ പിമ, പിന്നെ നമ്മുടെ ചില്ലി റെഡ്, ഇത്തരം വെറൈറ്റീസാണ് കേട്ടോ. അത് നന്നായി പടർന്നിങ്ങനെ നിന്നപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതാണേ. എന്നും നമ്മൾ ബോഗൺവില്ലാസ് താഴെ മാത്രം വളർത്തി നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഹാങ്ങിങ്ങിലേക്ക് ഇടുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേസും കിട്ടും. നമ്മുടെ വീടിന് ചുറ്റും ഹാങ്ങിങ്ങിൽ ഒരുപാട് ചെടികളും നിറഞ്ഞു നിൽക്കും അല്ലേ. കൂടാതെ ഇന്നത്തെ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ കൂടി തന്നെയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ നല്ല രീതിയിൽ ചെടികൾ തിങ്ങി നിറഞ്ഞപ്പോൾ നമുക്ക് താഴെ വെക്കാനുള്ളൊരു സ്പേസ് കുറവായപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഹാങ്ങിങ്ങിൽ ഇട്ടതാണ് കേട്ടോ. പലരും ചോദിക്കാറുണ്ട് ഹാങ്ങിങ് ബോഗൺവില്ലാസ് ഉണ്ടോ, ഹാങ്ങിങ് ഉണ്ടോ. ഇതേപോലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന എല്ലാ വെറൈറ്റി ബോഗൺവില്ലാസും നമുക്ക് നമ്മുടെ താല്പര്യം മൂലം ഹാങ്ങിങ്ങിലേക്ക് മാറ്റിയിടാം കേട്ടോ. അപ്പം നമ്മുടെ ഈ പറയുന്ന എസ്പീസിങ് ചെറി, അതുപോലെ ഹവായ് വൈറ്റ്, പിങ്ക് എല്ലാം നമുക്ക് വളരെ ചെറിയ രീതിയിലാണ് ഇതൊക്കെ വളരുക. വളരെ പെട്ടെന്ന് വളർന്നു വരുന്ന ചെടികളല്ല. അതുപോലെ കുഞ്ഞു കുഞ്ഞു ഇലകളാണ് ഇവരൊക്കെ പ്രത്യേകത. ഇത്തരം ചെടികളെല്ലാം നമുക്ക് ഇതുപോലെ ഹാങ്ങിങ്ങിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പതിയെ വളരുമ്പോൾ നിറയെ പൂക്കൾ കൂടി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതേപോലെ 7 ഇഞ്ച് 8 ഇഞ്ച് ചട്ടികളിലൊക്കെയുള്ള നമ്മുടെ ബോഗൺവില്ലാസ് വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട്.
ഇതിപ്പോൾ നമ്മൾ ഇറക്കുന്നത് 4ാമത്തെ വട്ടമാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ. അതിനകത്ത് നമ്മുടെ SP സിങ്ക് ചെറി കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത്തവണ നമുക്ക് 500 ചട്ടി SP സിങ്ക് ചെറിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് നമ്മുടെ തിമയാണ്. നല്ല വെരിഗേറ്റഡ് ഇലകളോട് കൂടിയിട്ടുള്ള നല്ല പച്ചയും മഞ്ഞയും കൂടിയ ഇലകളിൽ നല്ല പിങ്ക് പൂക്കൾ. ആ പിങ്ക് പൂക്കൾ മാത്രമല്ല കേട്ടോ അതിനകത്ത് വരുന്നത്, വെള്ളപ്പൂക്കൾ കൂടി വരുന്നുണ്ട്. ആദ്യം ഈ തിമയിൽ വെള്ളപ്പൂക്കൾ വന്നിട്ട് പതിയെ അത് പിങ്കിലേക്ക് മാറുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെടിയിൽ ഇതേപോലെ 3-4 കളറുകളെല്ലാം കാണുമ്പോൾ ആർക്കാണല്ലേ ഇഷ്ടപ്പെടാത്തത്? ഇതുപോലെ പൂത്തുലഞ്ഞ് നിൽക്കും കൂടിയും ചെയ്യുമ്പോൾ നമുക്ക് ഈ പൂക്കളുടെ എല്ലാം സീസൺ കഴിഞ്ഞാലും ഇതിൻ്റെ ഇലകൾ കൊണ്ട് നമുക്ക് ഈ ചെടി വളരെ നമ്മുടെ വീടിനെ മനോഹരമാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഇനി നമ്മളുടെ കാണാനായിട്ട് പോകുന്നത് ചില്ലി റെഡാണ് കേട്ടോ. അപ്പോൾ ഈ ചില്ലി റെഡും അത്യാവശ്യം നല്ല രീതിയിൽ വളർന്ന് പന്തലിച്ച് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പൂക്കൾ മറ്റ് ചെടികളെ അപേക്ഷിച്ചിട്ട് ഇതിനകത്ത് കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ അത് കുറേ പൂക്കൾ കൊഴിഞ്ഞു പോയിരിക്കണം. നമുക്കിനി മഴക്കാലമൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്താൽ അടുത്ത വേനൽക്കാലം ആകുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് എല്ലാം പൂക്കൾ കൊണ്ട് നിറയും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്നും ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. ഇത് നമ്മൾ വളരെ വൈകുന്നേരം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത്തിരി ക്ലാരിറ്റി കുറയും. കൂടാതെ നമ്മൾ മറ്റൊരു കാര്യം കൂടിയും പറയുകയാണ്. അപ്പോൾ ചെടികളെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വെള്ളത്തിൻ്റെ അഭാവം മൂലം ചെടികൾ വാങ്ങിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. നമുക്ക് എന്നും മെസ്സേജ് അയക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒരു മഴ കിട്ടട്ടെ എന്നിട്ട് ഞങ്ങൾ മേടിക്കാം എന്ന് പറയുന്നവർ. അപ്പോൾ അവരുടെ എല്ലാ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. മഴക്കാലം വന്നാലും പൂക്കളില്ലെങ്കിലും ചെടികളുടെ ചട്ടിയുടെ മേലെ നമ്മൾ ഇതിൻ്റെയൊക്കെ പേര് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ആ ഒരു സമയത്തേക്ക് വേണ്ടി സ്റ്റോക്ക് വെക്കുന്നുണ്ട് കേട്ടോ, ബൊഗൈൻവില്ല. അപ്പോൾ നമുക്ക് മഴ കിട്ടിക്കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. പൂക്കളില്ലെങ്കിലും ഇതേ വലിയ ചെടികൾ തന്നെ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.